ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ശിംശോൻ്റെ ജീവിതമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്താൽ വിളിക്കപ്പെട്ട നാസൃവൃതക്കാരൻ ഒരു ഫെലിസ്ത്യ സ്ത്രീയിൽ ആകൃഷ്ടനായി അവരുടെ അടുക്കലേക്ക് പോവുകയും അവൻ്റെ രഹസ്യം അവൾക്ക് വെളിപ്പെടുത്തുകയും അത് ആ ഫെലിസ്ത്യർ അറിയുവാൻ കാരണമായി അവൻ അപമാനിതനായി കോപാകുലനായി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ കോപം മാറി അവൻ വീണ്ടും താൻ സ്നേഹിച്ച് വിവാഹം കഴിച്ച ഫെലിസ്ത്യ സ്ത്രീയുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷേ അവളുടെ സൈന്യമുറിയിൽ പ്രവേശിക്കുവാൻ അവളുടെ അപ്പൻ അനുവദിക്കുന്നില്ല. കാരണം നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അവൻ പോയതിനാൽ ആ മനുഷ്യൻ അവൻ്റെ ഭാര്യയെ ശംസൻ്റെ തോഴ്മക്കാരനെ കൊടുത്തിരുന്നു. ഇപ്പോൾ ശിംശോനോട് അദ്ദേഹം പറയുന്നു, നീ തിരിച്ചു വരുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇന്നത്തെ പോലെ ഫോണോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഉള്ള കാലമല്ലല്ലോ അത്. ശംസൻ ഇനി ഒരിക്കലും തിരികെ വരികയില്ല എന്ന മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടാവും. കാരണം അവൻ ശംസൻ യഹൂദനാണ്, അവർ ഫെലിസ്ത്യരുമാണ്, അവർ തമ്മിൽ ശത്രുതയുമുണ്ട്. അവർ തമ്മിലുള്ള വിവാഹം വാസ്തവത്തിൽ ഒരു പ്രേമവിവാഹമായിരുന്നുവല്ലോ. അപ്പോൾ അതോടുകൂടി അത് അവസാനിച്ചു എന്ന മനുഷ്യൻ വിചാരിച്ചിരിക്കാം. ശംസനോട് പറഞ്ഞു, ഇനിയും ഞാൻ അവളെ മറ്റൊരാൾക്ക് ഭാര്യയായി കൊടുത്തുപോയി, അതുകൊണ്ട് നിനക്ക് നൽകുവാൻ ഇനിയും സാധ്യമല്ലല്ലോ. അവളുടെ ഇളയ സഹോദരിയുണ്ട്, നിനക്ക് വേണമെങ്കിൽ അവളെ വിവാഹം കഴിക്കാം. ഇവിടെ വായിക്കുന്നു, ശംസൻ രോഷാകുലനായി അവിടുന്ന് കടന്നു പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? 300 കുറുനരികളെ അല്ലെങ്കിൽ കുറുക്കന്മാരെ പിടിച്ച് പരസ്പരം അവിടെ വാല് തമ്മിൽ കൂട്ടിക്കെട്ടി അതിനിടയിൽ പന്തം വെച്ച് ഫെലിസ്ത്യരുടെ വിളവുകൾ മുഴുവൻ നശിപ്പിക്കുകയാണ്, മുന്തിരിത്തോട്ടങ്ങൾ. നാസൃവൃതക്കാരനായ ഒരു മനുഷ്യൻ, ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ, ജനനം മുതൽ ദൈവത്താൽ വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്ന് ആവശ്യിച്ച മുഖാന്തരം തനിക്ക് നേരെ വന്ന ഒരു ബാലസ്മുഖത്തെ പോലും നാരുപോലെ കീറിക്കളയുവാൻ ശക്തനായവൻ, വെറും ജഡികമായ ഒരു ഇച്ഛയ്ക്ക് വിധേയനായി മാറിയപ്പോൾ ആ മനുഷ്യൻ വരുന്ന അധപ്പതനം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ ശത്രു സംഹാരം ഇവിടെ നടത്തുകയാണ്. ദൈവവിളിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ജീവിതം ശിംശോനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഫെലിസ്ത്യരുടെ വിളവുകളൊക്കെ നശിച്ചപ്പോൾ അവർ കോപാകുലരായി. അവർ ഇവനെ പിടിക്കുവാൻ വേണ്ടി വന്ന യഹൂദ നഗരം മുഴുവൻ അവരാക്രമിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇസ്രായേലിൽ എല്ലാവരും കൂടി വേറൊരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് താമസിച്ചിരുന്നതായ ശംസൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, നീ എന്തിനാണ് ഇത് ചെയ്തത്? നമ്മളിപ്പോൾ ഫെലിസ്ത്യരുടെ ഭരണത്തിന് കീഴിലാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ നീ ഇത് ചെയ്യുന്നത് ശരിയാണ്. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ ബന്ധനസ്ഥനാക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്. അപ്പോൾ പറഞ്ഞു, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ നിന്നെ ഫെലിസ്ത്യരെ ഏൽപ്പിക്കാം, കാരണം ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ താമസിക്കണം. നീ മുഖാന്തരം ഞങ്ങളുടെ സ്വസ്ഥത ഇവിടെ നഷ്ടപ്പെടുകയാണ്, ഞങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. അങ്ങനെ പറഞ്ഞ് അവർ അവനെ വീണ്ടും ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മൾ വായിക്കുന്നവനെ കയറുകൊണ്ട് വരിഞ്ഞു കിട്ടി. അങ്ങനെ അവനെ ബന്ധനസ്ഥനാക്കിയാണ് അവരെ ഏൽപ്പിക്കുന്നത്. ബന്ധനസ്ഥനായ ശിംശോനെ കണ്ടപ്പോൾ ഫെലിസ്ത്യർ ആർത്തു വിളിക്കുന്നതായി നമ്മൾ വായിക്കുന്നു. അവർക്ക് വലിയ സന്തോഷമുണ്ടാകുന്നു, ഞങ്ങളുടെ ശത്രുവിനെ ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നു. പക്ഷേ അവന് എന്താ നമ്മൾ വായിക്കുന്നത്?
അവനതെല്ലാം പൊട്ടിച്ചു കളയണം. വലിയ ശക്തിമാനായി ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ വീണ്ടും ശക്തനാവുകയാണ്. അവൻ തീർച്ചയായിട്ടും ദൈവസ്ഥാനിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ആത്മാവിന് വേണ്ടി. എന്നിട്ടൊരു കഴുതയുടെ താടിയിൽ കൊണ്ട് 1000 ഫെലിസ്ത്യരെ അവൻ അടിച്ചു കൊല്ലുന്നതായ സാഹചര്യം. ദൈവത്താൽ വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനും മാനുഷിക ബലഹീനത കൊണ്ടും സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ടും പലപ്പോഴും പാപം ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിലും പശ്ചാത്തപിക്കുവാൻ, വീണ്ടും ദൈവത്തെ വിളിക്കുവാനൊരു മനോഭാവമുണ്ടെങ്കിൽ അവൻ നഷ്ടപ്പെട്ട ആത്മാവ് വീണ്ടും അവനിലേക്ക് തന്നെ മടങ്ങി വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാലാണ് ശിംശോന് ഇതൊക്കെ ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നത്. നാസിർ വ്രതക്കാരൻ്റെ പരിതാപകരമായ ഒരു അവസ്ഥ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുമുണ്ട്. അതിൻ്റെ മറുവശത്ത് എത്രയോ സന്തോഷവാനായി ഇസ്രായേൽ ജനത്തിന് പരിപാലനം നടത്തേണ്ടവനാണ്. പക്ഷേ ഒരു സ്ത്രീക്ക് വേണ്ടി അവൻ്റെ ജീവിതം മുഴുവൻ ഒരു അധപ്പതനാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ലഭിച്ച ദൈവാത്മാവിന് വിരുദ്ധമായി ചിന്തിക്കുമ്പോൾ, ജഡത്തിൻ്റെ ഇച്ഛ നമ്മളെ ബാധിക്കുമ്പോൾ, എത്ര ഹീനമായ ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും വീണു പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. ആ ആത്മാവിന് വിധേയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പൈശാചിക ശക്തിക്കും ഒരു പ്രലോഭനങ്ങൾക്കും നമ്മെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ദൈവാത്മാവ്, ഈ ആത്മാവിനെയാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, എൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നിന്ന് ദൈവമേ നീ എടുത്തു കളയരുത്. എപ്പോഴും എനിക്ക് ആത്മാവിനെ തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് സ്ഥിരമായി ഭൂമിയിൽ വന്നിട്ടില്ല. ചില പ്രത്യേക ആളുകളിൽ പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് വരികയും അത് അവിടെ നിന്ന് പോവുകയും ചെയ്യും. നമ്മുടെ കർത്താവിന് ശേഷം കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരും, അവൻ സകല സത്യത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും. പെന്തിക്കോസ്ത് ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ത്രീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിച്ചു. സ്ഥിരവാസത്തിന് വന്നു. ഇപ്പോൾ സ്ഥിരമായി ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. ആത്മാവിൻ്റെ ആലോചന പ്രകാരമാണ് നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. മാമോദീസായിൽ മൂറോൻ അഭിഷേകത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചവരാണ്. ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ആത്മാവിന് വിധേയമായി നമ്മൾ പ്രവർത്തിച്ച് നമ്മെല്ലാ പരിശുദ്ധാത്മാവിൻ്റെ സൽഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന നല്ല മനുഷ്യരായി, നല്ല വൃക്ഷമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കിടയാകണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം ഏറെ സന്തോഷവും ധന്യവുമായിട്ട് ഇത് തീരുന്നത്. അങ്ങനെ അതിന് ശേഷം ശിംശോൻ ശാന്തനായപ്പോൾ നമ്മൾ വായിക്കുന്നു, അതിൻ്റെ 17 വാക്യങ്ങൾ, അവന് വലിയ ദാഹമുണ്ടായി. കുടിക്കുവാൻ അവന് വെള്ളമില്ല. നോക്കിയപ്പോൾ ദൈവം ഒരു നീരുറവ അവന് വേണ്ടി അവിടെ തുറന്നു കൊടുക്കുകയാണ്. അതിൽ നിന്ന് കുടിച്ചവൻ സംതൃപ്തനാകുകയാണ്. ഈ നീരുറവയും പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. അവൻ ദൈവത്തിനായി ദാഹിച്ചു. ദൈവം അവൻ ആ നീരുറവയെ കൊടുത്തു. അത് കുടിച്ച് അവൻ്റെ ദാഹം തീർന്നു. അവന് സ്വസ്ഥനായി ശാന്തനായി 20 വർഷക്കാലം ഇസ്രായേൽ ജനത്തിന് ന്യായാധിപനായി ന്യായം പാലിക്കുന്നതായി നമ്മളിവിടെ വായിക്കുകയാണ്. നമ്മൾ സ്വസ്ഥരായി ശാന്തരാകുമ്പോൾ, ദൈവാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ, വീണ്ടും ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ, ശാന്തതയുടെ, സമാധാനത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും നോമ്പനുഷ്ഠാനത്തിലൂടെയും വേദപുസ്തക വായനയിലൂടെയും ദൈവികമായ ചിന്തകളിലൂടെയും ആ ഒരവസ്ഥയിലേക്ക് നോമ്പിൻ്റെ ദിവസം കടന്നു വരുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ എടുത്തു കളയാതെ ഇതെപ്പോഴും ഞങ്ങൾ ശക്തിപ്പെടുവാൻ, സ്ഥിരമായിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വർഷത്തെ നോമ്പടിസ്ഥാനവും നോമ്പാചരണവും പ്രാർത്ഥനയുടെ അടിസ്ഥാനവുമൊക്കെ അതിന് മുഖാന്തരമായി നമ്മെ സഹായിക്കുമാറാകട്ടെ.